മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിറഞ്ഞുറ്റി വീഴുന്ന മിഴികളോടെ ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും തന്നോടുള്ള അവളുടെ പരിഭാവയുടെ മുഖത്ത് നിറഞ്ഞിരിക്കുന്നതായി തോന്നിപ്പോയി അശോകിന്. മോളെ, കഴിഞ്ഞൊന്നും പെട്ടെന്ന് മറക്കാൻ മോൾക്ക് കഴിയുന്നൊന്നും ഞാൻ പറയുന്നില്ല. സമയം എടുക്കും. എന്നാൽ ഇവന്റെ ഭാഗത്തുനിന്ന് അറിയാതെ വന്ന തെറ്റ് അത് മോൾക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ഈ അമ്മക്കറിയാം. പിന്നെ ഇങ്ങനെ ഒരു കാര്യം മോളോട് മുൻകൂട്ടി പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല. മോൾ അതിനെതിരെ പറഞ്ഞാലോ എന്ന് കരുതിയ അന്ന് അവൻ സ്വഭാവത്തോടെയല്ല മോളുടെ കഴുത്തിൽ താലിയാർത്തിയത്. എന്നാൽ ഇത് ദേ അതിശക്തിയായി ദേവി നടക്ക് മുമ്പിൽ വെച്ച് പൂർണ്ണ മനസ്സോടെയാ ഈ താലി ചാർത്തിയത്. അത് ഈ കഴിഞ്ഞ കാലം അത്രയും മോളെ കാത്തിരുന്ന കാത്തിരിപ്പിന്റെ അവസാനോ. പരസ്പരം എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ഞങ്ങളുടെ ആ പഴയ നിധിയായി, അശോകിന്റെ മാത്രം നിധിയായി. നിധിയെ വാരിപ്പൊളന്ന് സരസ്വതിയുടെ അമ്മയുടെ കരുതൽ പോലെ പറയുമ്പോൾ എല്ലാം കേട്ട് നിന്നല്ല ഒന്നും മിണ്ടിയില്ല. ആ, എന്നാ ഇനി നമുക്ക് ഉറങ്ങാം. മോൾക്ക് ഇപ്പൊ തന്നെ നല്ല ക്ഷീണമുണ്ട്. അതെ അമ്മേ, എന്നാ ഇറങ്ങാം. അരുന്ധതിയോട് മറുപടി നൽകി സരസ്വതി അവളുടെ കൈകൾ പിടിച്ച് തിരികെ നടന്നു. ദുർഗയ്ക്ക് ഈ കാഴ്ചയെല്ലാം മനസ്സറിഞ്ഞ സന്തോഷം തരുന്ന ഒന്നായിരുന്നു. ആ സന്തോഷത്തോടെ തന്നെ അവരൊരു പുഞ്ചിരിയോടെ സത്യനെ നോക്കി. സന്തോഷം കൊണ്ട് സത്യന്റെ മിഴികൾ നിറയുന്നവർ കാണുന്നുണ്ടായിരുന്നു. വൈകാതെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഏതാനും മണിക്കൂറിനുള്ളിൽ അവർ വീട്ടിലെത്തി. കുറച്ചു സമയം അവർക്കൊപ്പം നിന്ന് സംസാരിച്ചു. നിധിയോട് എല്ലാവരോടും യാത്ര പറഞ്ഞു. അധികം വൈകാതെ അരുന്ധതി, രാജവർമ്മയും സരസ്വതിയും കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നവരെ അവർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് തിരിഞ്ഞതും കണ്ടു കൈകൾ പിണച്ചു കിട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അശോകിനെ. അവനെ ഒന്ന് തുറിച്ചു നോക്കി പൂച്ഛിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയതും ഇത് കണ്ട സത്യനും ദുർഗയൊന്നും മുഖത്തോട് മുഖം നോക്കി. ആ മോമ, അകത്തേക്ക് ഇരിക്കുക. പിന്നെ അവിടുത്തെ അത്രയ്ക്ക് സൗകര്യമൊന്നും ഇവിടെ ഉണ്ടാവില്ല, അറിയാലോ. ഞാൻ പറഞ്ഞല്ലോ എങ്കിൽ ഈ കാര്യങ്ങളൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. അതുകൊണ്ട് ഇതോർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല പറഞ്ഞുകൊണ്ട് ആർക്കൊരു ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ചേച്ചി മുറിയിലേക്ക് എത്തിയതും ശങ്കരനും ശരണിയെ അവളെ ഓടി വന്ന് വാരിപ്പുണർന്നു. ചേച്ചി, ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയോ ചേച്ചി? ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലട ശങ്കരൻകുട്ടി, ശിവേച്ചി ചേട്ടൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അമ്മ. അപ്പൊ ഇനി ഇവിടെ തന്നെ ഉണ്ടാവോ? ശരണി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടിയില്ല നിധി. ചേട്ടന് ഇവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പുറകിൽ അശോകിന്റെ ശബ്ദം കേട്ടതും മൂന്നുപേരും ഡോറിനടുത്തേക്ക് നോക്കി. തങ്ങൾ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അശോകിനെ കണ്ട് ശങ്കരനൊന്ന് പതറി. അയ്യോ അതല്ല, ഞങ്ങൾ ചേച്ചിയോട് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ശരണി എങ്ങനെയൊക്കെയോ വിക്കി മറുപടി നൽകി. എന്നാൽ ഞാൻ ഉത്തരം തരാം. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. ദേ ഈ നിൽക്കുന്ന എന്റെ ഭാര്യനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നവരെ. ആ പിന്നെ നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്നു വേണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ശിവേച്ചി, അതുപോലെ നിങ്ങൾക്ക് എന്നെ ഒരു ചേട്ടനായി തന്നെ കാണാം. എന്തുണ്ടെങ്കിലും ചോദിക്കുകയും പറയുകയും ചെയ്യാം. അശോക പറയുന്ന കേട്ട് ശരണി ഒരു പുഞ്ചിരിയോടെ നോക്കി. എന്നാൽ ശങ്കരൻ ഇടങ്ങണാലെ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ശിവ തീർത്തൊരു ഭാവവ്യത്യാസമില്ലാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നുണ്ട്. ആ ശങ്കരൻകുട്ടി വിളിച്ചുകൊണ്ട് അവന്റെ തോളിലൂടെ കോർത്ത് പിടിച്ച അശോക്. പെട്ടെന്നുള്ള അശോകിന്റെ പെരുമാറ്റത്തിൽ ശങ്കരന്റെ ഉള്ളെന്ന് വിടഞ്ഞു. എടാ ശങ്കരൻകുട്ടി, നിന്റെ ചേച്ചിയെ പോലെ നിന്റെ മനസ്സിൽ എന്നോട് ചെറിയ നീരസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാൽ അന്ന് ഞാൻ കാരണം നീ വിഷമിക്കേണ്ടി വന്നതിന് സോറി ശങ്കരൻകുട്ടി. അശോകിനെ പെട്ടെന്നുള്ള സോറി പറച്ചിൽ അന്ന് ബാംഗ്ലൂർ വെച്ച് കണ്ട മനുഷ്യൻ തന്നെയാണോ ഇതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി അവൻ. നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നീ മനസ്സിലാക്കിയാലും ഒന്ന് പറയാം. ഈ അശോക് നിന്നോട് സോറി പറഞ്ഞ വെറും വാക്കല്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാ. വിശ്വസിക്കാം ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പൊ എന്റെ ചേച്ചി പോലെ എന്റെ ചേട്ടനും കൂടെയാണല്ലോ. പതറിലോടെ വിക്കിക്കൊണ്ട് ശങ്കർ പറയുമ്പോൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചു അശോക്. എന്തെന്നില്ലാത്തൊരു സന്തോഷം ശങ്കരൻ തോന്നിപ്പോയി ആ നിമിഷം. തിരികെ അശോക് നിധിയുടെ മുറിയിലേക്ക് തന്നെ വന്നു കാണുന്നു. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി തന്നെ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോകാനൊരുങ്ങുന്ന നിധിയെയാണ്. അശോകിനെ കണ്ടതും ഒരു ചിരിയോടെ ശരണ്യ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നവനെ കണ്ട ഭാവം നടിക്കാതെ ഡ്രസ്സ് എടുത്തോട് വാഷ്റൂമിലേക്ക് കയറിയതും പുറകെ തന്നെ അശോകും കയറിയിരുന്നു. അത് കണ്ടത് ദേഷ്യത്തോടെ ശിവ പുറത്തേക്ക് ഇറങ്ങി. താനിത് എങ്ങോട്ടാണോ? അത് ശരി, ഡോക്ടർ പറഞ്ഞ എന്റെ ഭാര്യ പ്രത്യേകം കേട്ടതല്ലേ നിന്നെ ഒറ്റയ്ക്ക് വാഷ്റൂമിൽ വിടരുതെന്ന്. അഥവാ നീ എങ്ങാനും തലറിങ്ങി വീണാ ഞാൻ അവിടെ തന്നെ കിടന്നോളാം. താൻ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് കുളിക്കണം. അതിനെന്താ, നീ കുളിച്ചോ? ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ. നിന്നെ പിന്നതേ നമ്മുടെ കുഞ്ഞിനെ. ശിവ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അമ്മായി അമ്മായി ഉറക്കെ അലറി വിളിച്ചവൾ. നിനക്ക് കാവൽ നിൽക്കാൻ ഞാൻ മാത്രം പോരെ, ഇനി അമ്മായിയും കൂടെ വേണോ? അവന്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ട് അവനെ നോക്കി പല്ലിറങ്ങി ശിവ. അപ്പോഴേക്കും ദുർഗ അടുക്കളയിൽ നിന്ന് ഓടി വന്നിരുന്നു. എന്താ മോളെ? അമ്മായി എനിക്ക് കുളിക്കണം. എന്താ കുളിക്കാനോ? അതിനെന്താ, നീ പോയി കുളിക്ക്. അതിനാണെങ്കിലും നിലവിളിച്ച് ഞാൻ പേടിച്ചു പോയല്ലോ മോളെ. അമ്മായി ഇതേ ഇയാണ്ട് പോകാൻ പറ. ശിവ പറയുന്ന കേട്ട് ദുർഗ സംശയത്തോടെ നോക്കി അശോകിനെ. അമ്മായി, ആക്ച്വലി ഡോക്ടർ പറഞ്ഞ അമ്മായിയും കേട്ടല്ലേ, ഇവൾ ഒറ്റയ്ക്ക് വാഷ്റൂമിലേക്കൊന്നും വിടാറായിട്ടില്ല. ചിലപ്പോൾ തലയിറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാനും കൂടെ കയറും തെറ്റാണോ? അമ്മായി തന്നെ പറ.
അശോകിന്റെ സംസാരം കേട്ട് ദുർഗ വാപൊളിച്ച് മറുപടി വരാൻ കഴിയാതെ നാണവും ശമ്പലം കൊണ്ട് വിളറി വെളുത്തു. ഹാ, അമ്മായി ഇങ്ങനെ നോക്കിക്കാൻ ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലേന്ന് പറ. അതിപ്പോ ഒന്നും പറയാൻ കഴിയാതെ മടിച്ചു നിന്നു ദുർഗ. ഞാൻ ഒറ്റയ്ക്ക് കയറിയതെന്നല്ലേ ഉള്ളൂ, അമ്മായി ഒന്നിങ്ങ് വന്നേ. പറയുന്നതോടൊപ്പം ദുർഗയുടെ കൈ പിടിച്ച് വാഷ്റൂമിലേക്ക് കയറാനൊരുങ്ങിയതും അശോക മുന്നിലേക്ക് കയറി നിന്നു. എന്താ നിധി ഇത്, നിനക്കറിയില്ലേ? അമ്മായി ഹോസ്പിറ്റലിൽ നിന്നുള്ള വരവാ. ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. മാത്രമല്ല അല്പനേരം അമ്മായിക്കും വേണ്ട റെസ്റ്റ്. അമ്മായി ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ബ്ലാക്ക് ടീ വേണം വിത്തൗട്ട്. അമ്മായി അത് ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ വരാം. അശോക് പറയുന്ന കേട്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കി ദുർഗ. പോവരുത് എന്ന ഭാഗത്തിൽ അവൾ തലവിൽക്കുന്ന കണ്ട് പതിയെ അശോകനെ പാളി നോക്കി. ആ ചെല്ലമ്മായി. വീണ്ടും അശോക് പറയുന്ന കേട്ട് ഒന്നും പറയാൻ കഴിയാതെ നിധിയെ നോക്കിക്കൊണ്ട് അവർ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അമ്മായി അവൾ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും ദുർഗ അത് കേട്ട ഭാവം നടിക്കാതെ നടന്നു. വിളറി വെളുത്തു വരുന്ന ദുർഗയെ കണ്ട് സതിന് സംശയത്തോടെ ചെന്നു. നിനക്കിത് എന്ത് പറ്റിയടോ? നിന്റെ മോൻ കണ്ടിട്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ നിൽപ്പോലെയാണല്ലോ. ഒന്നുമില്ല, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ പറഞ്ഞു പോവാൻ നിന്നോ എന്തോർത്ത് നിധിയുടെ മുറിക്കടുത്തേക്ക് നടന്നു വന്ന സത്യനെ നോക്കി ഓടിച്ചെന്ന് തടഞ്ഞു വെച്ചു. നിങ്ങളിത് എങ്ങോട്ടാ? ഞാൻ അശോകിനൊന്ന് കാണാനേ. അവനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് കാണും. നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ നമ്മൾ പരിഹരിക്കണ്ടേ. അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ചോദിച്ച് അതിനനുസരിച്ച് കഴിയുമ്പോൾ ചെയ്യാമെന്ന് കരുതി. അതൊക്കെ പിന്നെ ചോദിക്കാം, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ എന്നെ പിടിച്ചു മാറ്റുന്നേ? ഞാൻ അവനെ കണ്ടിട്ട് വരാം. അതല്ല മനുഷ്യ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അതിൻ്റെ കാരണം ഞാൻ ചോദിക്കുന്നത്. നിങ്ങളോടല്ലേ മനുഷ്യ ഞാൻ പറഞ്ഞിങ്ങോട്ട് വരാൻ. പറഞ്ഞുകൊണ്ട് സത്യന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ദുർഗ. അശോക് വേണ്ട, എനിക്ക് കുളിക്കണം, ഇയാളൊന്ന് പോയേ. നിധിയുടെ കൂടെ വാഷ്റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് കൈകൾ പിണച്ചു കെട്ടിയിരുന്നു അശോക്. എന്റെ ഭാര്യ കുളിക്കാൻ തന്നെയല്ലേ ഞാൻ ഈ കാവൽ നിൽക്കുന്നേ? ഒരു പുൻസിരിയോടെ പറഞ്ഞുകൊണ്ട് കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾ പിറുവിറുത്തു. അതെ, പറയാനുണ്ടേ മുഖത്തോക്കി പറയണം, അല്ലാതെ ചുണ്ടുകൊണ്ട് ഗോഷ്ടി കാണിച്ചിട്ട് കാര്യമില്ല. ദേഷ്യത്തോടെ നിധി മുഖം തിരിച്ചു തന്റെ അടുത്തുള്ള ബക്കറ്റിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി. എന്തോ ഒന്ന് മനസ്സിൽ തോന്നിയതും ആ ബക്കറ്റിലെ കപ്പെടുത്താൽ വെള്ളം കോരിയെടുത്ത് അശോകിന് നേരെ നീട്ടി ഒഴിച്ചു. ദേഷ്യത്തോടെ 2-3 കപ്പ് വെള്ളം ഒഴിച്ചതും അവന്റെ മുഖവും ഡ്രസ്സും എല്ലാം നനഞ്ഞിരുന്നു. മുഖത്തെ വെള്ളം കൈകൊണ്ടൊന്ന് തുടച്ചു നീക്കി അശോക്. പതിയെ അവളുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചതും ചെയ്തത് അബദ്ധമായി പോയെന്ന ചിന്തയിൽ അവൾ പുറകിലേക്ക് നടന്നു. ചുമരിൽ ചാരി നിന്നതും അശോക് അടുത്തെത്ത് നിന്ന് നോക്കി നിന്നു. അവളുടെ തൊട്ടടുത്തായി വന്നു നിന്നതും അവളുടെ ഇരു ചുമലുകൾക്ക് മുകളിലായി കൈകൾ വെച്ച് അവളെ ഉറ്റുനോക്കി അവൻ. അശോക് വിക്കി എങ്ങനെയോ വിളിച്ചു അവൾ. അപ്പോഴേക്ക് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു പിടിച്ചു അവളെ. ഏതായാലും നിറഞ്ഞു, ഇനിയിപ്പോ ഒരുമിച്ച് അങ്ങ് കുളിച്ചിറങ്ങാം അല്ലേ നിധി? അവൻ പറയുന്ന കേട്ട് അവളുടെ മിഴികൾ മിഴിഞ്ഞു വന്നു. കണ്ണും തള്ളി തന്നെ നോക്കുന്നവളെ കണ്ട് അശോക് ഒരു പുൻസിരിയോടെ ഇട്ടിരുന്ന കോട്ടൂരി അതിൻ്റെ അടിയിലുള്ള വൈറ്റ് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്ന് അഴിക്കാൻ ഒരുങ്ങിയതും നിധി വേഗം മുഖം തിരിച്ചു. അപ്പോഴാണ് ചുമലിൽ തൂക്കി വെച്ച സോപ്പ് കാണുന്നത്. എന്തോർത്ത് അവൻ കാണാതെ സോപ്പ് എടുത്ത് കയ്യിൽ നന്നായി പിടിപ്പിച്ചു. തന്നെ നോക്കി പുഞ്ചിരിയോടെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്നവനെ നോക്കി. അവൻ തന്നിൽ മാത്രം അലിഞ്ഞു നിൽക്കുന്നെന്ന് തോന്നിയതും അവന്റെ കണ്ണിലേക്ക് കയ്യിലെ സോപ്പ് തേച്ചു. 2 കണ്ണുകളിലും നന്നായി സോപ്പായതുകൊണ്ട് തന്നെ അശോക് അവളിൽ നിന്ന് കുതിരിമാറി കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. വെള്ളമെടുക്കാൻ ടാപ്പ് തപ്പി തിരയുന്നവനെ നോക്കി നീതി പൊട്ടിച്ചിരിച്ചു. അശോക്, തന്നെ ഞാൻ ഒരുമിപ്പിച്ച് കുളിപ്പിക്കാം അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അഴിച്ചു വെച്ച കോട്ടെടുത്ത് അവന്റെ കൈ രണ്ടും പിറകിലേക്ക് വെച്ച് കെട്ടിയവൾ ഒരു തോർത്തെടുത്ത് കാല് രണ്ടും കെട്ടിവെച്ചു. നിധി പ്ലീസ്, എന്റെ കണ്ണ് തീർന്നു അവൻ ഉറക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വകവെക്കാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അശോകിനെ എനിക്ക് കാവൽ നിന്നാ പോരെ? എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അവൻ 2 കണ്ണുകളും തുറക്കാൻ കഴിയാതെ നീറിപ്പോകഞ്ഞ് ഇറുക്കി അടച്ച് നിന്ന് നിലത്ത് മുട്ടുകുത്തി കൈകൾ പുറകിൽ കെട്ടി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് നിധി വേഗം കുളിക്കാൻ തുടങ്ങി. ഇടക്ക് അശോകിനെ നോക്കുന്നുണ്ട് അവൾ. കണ്ണിറുക്കി അടച്ച് തലകുടഞ്ഞ് ചെരിച്ച് നീറിപ്പോകുന്നവനെ നോക്കി വേഗം കുളിച്ചു. ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് അശോകിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം പുറകിലേക്ക് ചെന്ന് അവന്റെ കയ്യിലെ കെട്ടഴിച്ചു വേഗം പുറത്തേക്ക് ഇറങ്ങിയവൾ. കയ്യിലെ കെട്ടഴിഞ്ഞതും അശോക് മുട്ടിലിഴഞ്ഞ് മുന്നോട്ടാഞ്ഞതും മുന്നിലെന്തോ തടഞ്ഞു. കൈകൾ കൊണ്ട് തൊട്ടു നോക്കി. അതിൽ വെള്ളമുണ്ടെന്ന് കണ്ടതും ഒന്നും നോക്കാതെ വെള്ളം കൈക്കുമ്പിൾ കോരി മുഖത്തേക്ക് തളിച്ചു. നന്നായി കഴുകി ഒരുവിധം താൻ ഓക്കെ ആയെന്ന് തോന്നിയതും അശോക് പതിയെ കണ്ണുകൾ ചിമ്മി വലിച്ചു തുറന്നു. ചുറ്റുമൊന്ന് നോക്കി. ശേഷം തിരിഞ്ഞു നോക്കിയത് കണ്ടു. കുളി കഴിഞ്ഞ് ഡോറിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്ന നിധിയെ. ചൂട് ചോര പോലെ ചുവന്ന് കലങ്ങി അവന്റെ മിഴികൾ കാണാൻ നിധിക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ ഒന്ന് തുറച്ചു നോക്കി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവൾ പോകുന്ന നോക്കുന്ന അശോകിന്റെ ചൊടിയിൽ ഒരു മനോഹരമായ പുഞ്ചിരി വീണു. അശോക് ഒന്ന് ഫ്രഷായി ഒരു ബ്ലാക്ക് ട്രാക്ക് പാന്റും ഒരു വൈറ്റ് കളർ ടീഷർട്ടും ഇട്ട് മുടിയും ചീകിയതൊക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ചെറിയ ഹാളിലേക്ക് കടന്നും കണ്ടു ഭക്ഷണം കഴിക്കുന്ന നിധിയെ. മോനെ കഴിക്കാൻ എടുക്കട്ടെ, സത്യേട്ടന്റെ സഹോദരി ഉള്ളതുകൊണ്ട് ഉച്ചക്കുള്ളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കെടുത്തോളമായി. എന്നിട്ട് അവളെവിടെ?
ലക്ഷ്മി രാവിലെ എല്ലാം ഒരുക്കി വെച്ച് വീട്ടിൽ പോയി. അവിടെ ചെന്ന് അവരെ നോക്കണ്ടേ. ഓ അത് ശരി. അമ്മായി കഴിക്കാനെടുക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഒന്ന് തലകുലുക്കിക്കൊണ്ട് ദുർഗ അശോകിന് ഭക്ഷണം എടുക്കാൻ വേണ്ടി തിരിഞ്ഞതും അപ്പോഴാണ് എന്തോ ശ്രദ്ധിച്ച പോലെ ദുർഗ തിരിഞ്ഞ് അശോകിന്റെ മുഖത്തേക്ക് നോക്കിയത്. അല്ല, മോന്റെ കണ്ണ് എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നത്? അതൊന്നുമില്ല അമ്മായി, കണ്ണിലെന്തോ പൊടി വീണ. പറയുമ്പോൾ പതിയെ ഒന്ന് നിധിയുടെ മുഖത്തേക്ക് നോക്കി അശോക്. കഴിക്കുന്നതിനിടെ ഒന്നറിയാത്ത ഭാഗത്തോടുള്ള അവിടെ ഇരിപ്പ് കണ്ട് ഒന്ന് നോക്കി നിന്നു അവൻ. അയ്യോ മോനെ, ചിലപ്പോൾ മുറിയിൽ വല്ല പൊടിയുണ്ടാവും, അതാവും. ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടാം, അതുവരെ ആ മുറിയിലേക്ക് നിങ്ങൾ പോകണ്ട. ഏയ് അതൊന്നും കുഴപ്പമില്ലമ്മായി, ചില പൊടികൾക്ക് മുമ്പിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കുന്നതല്ലേ. നിധിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അശോക്. ദുർഗ സംശയഭാവത്തോടെ ശിവയുടെ മുഖത്തേക്കും അശോകിനെയും നോക്കി. മോനിരിക്കും, ഞാൻ കഴിക്കെടുക്കാം പറഞ്ഞുകൊണ്ട് ദുർഗ അടുക്കളയിലേക്ക് പോയി. അശോക് നിധിയുടെ തൊട്ടടുത്ത ചെയറിലായി വന്നിരുന്നു. അവൾ ആസ്വദിച്ച് വാരി കഴിക്കുന്നത് നോക്കി നിന്നവൻ. ഒന്ന് പതുക്കെ കഴിക്കണം, നിന്റെ ഫുഡ് വേറെ ആരും എടുത്തോണ്ട് പോയില്ല. അവളെ ചൊടിപ്പിക്കാനെന്നോണമാണ് അവൻ പറഞ്ഞത്. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ദേഷ്യത്തോടെ തുറിച്ചു നോട്ടമായിരുന്നു മറുപടി. ശേഷം അവന് നോക്കിക്കൊണ്ട് തന്നെ കുറച്ചുകൂടെ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് കറിയുമൊഴിച്ച് വാരി കഴിച്ചു. ആ കാഴ്ച കണ്ട് അശോകിനൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും അവളുടെ സ്വഭാവം വെച്ച് ആ കറി ചിലപ്പോൾ തന്നെ തലയിൽ കോരി ഒഴിക്കാൻ അവൾ മടിക്കില്ലെന്ന് തോന്നിക്കൊണ്ട് ചിരി അടക്കി പിടിച്ചിരുന്നു. അപ്പോഴേക്കും ദുർഗ അശോകിനെ കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വെച്ച് അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ പ്ലേറ്റിലേക്ക് അല്പം ഒരു പിടിക്ക് മാത്രം ചോറെടുത്ത് അല്പം കറിയും വെച്ച് കഴിക്കാൻ തുടങ്ങി. അല്പം വായിലേക്ക് ഇട്ടപ്പോൾ തന്നെ അശോകിന് നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി മോനെ? ഏയ് ഒന്നുമില്ലമ്മായി, ആക്ച്വലി എനിക്ക് എരിവൊട്ടും പറ്റില്ല. ഈ കറിക്ക് നല്ല എരിവുണ്ടെന്ന് തോന്നി. അയ്യോ മോനെ, ആദ്യമായിട്ടല്ലേ, മോന്റെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല. ഏയ് അതൊന്നും കുഴപ്പമില്ല. അമ്മായി കഴിക്കുന്നില്ലേ? ആ, ഞാൻ സത്യേട്ടൻ്റെ കൂടെ ഇരിക്കും, നിങ്ങൾ കഴിക്കേ. അശോക് എങ്ങനെയൊക്കെ ഒരുവിധം എടുത്തൊരു പിടിച്ചോറ് കഴിച്ചു തീർത്തു. എരി കൊണ്ടിടയ്ക്ക് വെള്ളം കുടിക്കുന്നെല്ലാം നീതി ഇടങ്ങണ്ണാലെ നോക്കുന്നുണ്ട്. മോ മതിയാക്കിയോ? അല്പം കൂടെ? നോ വേണ്ടമ്മായി, ശരിക്കും ഞാൻ ചോറധികം കഴിക്കാറില്ല. ഇടയ്ക്ക് ഗ്രാമ നിർബന്ധിക്കുമ്പോൾ മാത്രമാ. വല്ല വെജിറ്റബിൾ സാലഡൊക്കെ, അതൊക്കെയാണ് കാര്യമായിട്ട് കഴിക്കുന്നത്. ചപ്പാത്തി. അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മോനെ. മോൻ എന്തായാലും രാത്രി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാം. മോളെ ശിവ, നിനക്കെങ്കിലും ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറയായിരുന്നില്ലേ? അവൾ ദുർഗ പറയുന്നൊന്നും കാര്യമാക്കാതെ പ്ലേറ്റ് എടുത്ത് അവനെയും പുച്ഛിച്ച് അടുക്കളയിലേക്ക് നടന്നു. ദുർഗ അശോകിന്റെ മുഖത്തേക്ക് നിരാശയോടെ നോക്കി. അതൊന്നോർത്ത് വിഷമിക്കേണ്ട അമ്മായി, അധികം വൈകാതെ അവൾ എന്നിലേക്ക് തിരിച്ചു വരും. ഈ അശോകിന്റെ നിധിയായി പറയുമ്പോൾ അശോകിന്റെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. അശോക് വേഗണീറ്റ് കൈ കഴുകാൻ വാഷ് ബേസിനടുത്തേക്ക് നടന്നു. മോനെ. പുറകിൽ ദുർഗയുടെ പരിങ്ങിയ ശബ്ദം കേട്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കി അശോക്. കൈകൾ കൂപ്പി അവൻ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ദുർഗയെ കണ്ട് അവൻ കണ്ണുമിഴിച്ച് നോക്കി. അമ്മായി. മോനെ, എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മോനെ അറിയാതെ തല്ലിപ്പോയതാ. ആ നിമിഷം ഞാൻ എല്ലാം മറന്നു. വെറൊരു അമ്മ മാത്രമായിരുന്നു എൻ്റെ ശിവ. ഏയ് വേണ്ട അമ്മായി, ഇതിനൊന്നും ആവശ്യമില്ല. പിന്നെ അമ്മായി ഈ കാര്യത്തിൽ ഒരു രീതിയിലും കുറ്റം പറയാനില്ല. കാരണം അമ്മായി പറഞ്ഞ അമ്മ എന്ന അർത്ഥവും സ്ഥാനവും തന്നെയാണ് നിങ്ങൾക്ക് അവളോടുള്ളത്. ഒരുപക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ അമ്മയാണെങ്കിലും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ക്ഷമാപണത്തിൻ്റെ ആവശ്യമില്ല. തൽക്കാലം അമ്മായി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. രാത്രി കറിയിൽ എരിവ് ഒട്ടും ചേർക്കണ്ട. ഒരു പുഞ്ചിരിയോട് അത്രയും പറഞ്ഞവൻ നടന്നു നീങ്ങി. ഇതെല്ലാം ശിവ അല്പം മാറിയെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മായിയോട് ബഹുമാനത്തോടെയുള്ള അവന്റെ പെരുമാറ്റം കണ്ട് ചെറിയൊരു പുഞ്ചിരി അവളുടെ ചൊടിയിൽ മുട്ടിട്ടിരുന്നു. ശിവ ഒരു മാഗസിൻ എടുത്ത് അതിലോരോന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ബെഡിൽ ചാരിയിരുന്നു. അപ്പോഴാണ് അശോക് അങ്ങോട്ട് കയറി വന്നത്. മാഗസിൻ വായിക്കുന്നവൾ ഒന്നാകെ ഒന്ന് കണ്ണോടിച്ചു. സാരിക്കിടയിലൂടെ അല്പം മാത്രം പൊങ്ങിക്കാണുന്ന അവളുടെ വയറിലേക്കൊന്ന് നോക്കി. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൻ അടുത്തേക്ക് ചെന്നു. ചെറിയ കട്ടിലും ബെഡും ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് വിശാലമായി കിടക്കാനുള്ള സ്പേസ് അതിലില്ല. എങ്കിലും അവൾക്കടുത്തായി ഒഴിഞ്ഞിടക്കുന്ന ചെറിയ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. അവൾ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടതും അവളുടെ മടിയിലേക്ക് തലയാഴ്ച അശോക്. എണീക്ക്, താൻ എന്തി കാണിക്കുന്നത്? കഷ്ടം. ഒന്ന് അടങ്ങിന്റെ ഭാര്യ, ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ പറഞ്ഞുകൊണ്ട് അവളുടെ സാരി അല്പം നീക്കി അവളുടെ വയറിലേക്ക് മുഖം അടുപ്പിച്ചു. മാറിക്ക്, എന്തി കാണിക്കുന്നേ? അമ്മായി, അമ്മോ വീണ്ടും വിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അശോക് അവളുടെ വാപത്തി. ഇങ്ങനെ തോന്നുമ്പോ അമ്മായി റൂമിൽ വിളിച്ചുകൊണ്ട് വരാൻ നിനക്കൊരു മടിയുമില്ല നിധി. അമ്മായി വന്നാൽ ഞാൻ കാര്യം പറയും. എനിക്കെന്റെ ഭാര്യയുടെ മടിയിൽ എന്റെ കുഞ്ഞിനോട് സംസാരിച്ച് കിടക്കണമെന്ന്. ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് എന്റെ കുഞ്ഞിനെ നോക്കി സംസാരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. സോ അതിന് തടസ്സം നിൽക്കാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ മോള് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് നഗ്നമായ അവിടെ അല്പം പൊങ്ങിയ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. പപ്പയുടെ മോനോടെ സുഖാണോടാ? മോന്റെ മമ്മയെ വെച്ച് നോക്കുമ്പോ അത്രക്ക് സുഖാണെന്ന് തോന്നില്ല, ആണോടാ? തന്റെ വയറിൽ മുഖം അടുപ്പിച്ച് ചോദിക്കുന്നവനെ കണ്ട് നിധി ചുണ്ടുകുറിപ്പിച്ചു ദേഷ്യത്തോടെ നോക്കി. ദേ കണ്ടോടാ, ഇവിടെ പുരാണങ്ങൾ കേട്ടുള്ള കാളി രൂപം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അശോക് പറഞ്ഞിരുന്നു. ശിവാവനെ ഉന്തിത്തള്ളി നിലത്തേക്ക് മറിച്ചിട്ടു. ആ
ശേഷം ബെഡിൽ നിന്ന് ചാടി എണീറ്റ് അവനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. അശോക് പതിയെ എണീറ്റ് ചെറുപുൻചിരിയോടെ നോക്കി അവളെ. ദേ, നിന്റെ ഈ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നിധി. ആ ഒരു വാക്കുകൾക്ക് വകവെക്കാതെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ പോകുന്ന ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അശോക്. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തോ പാനിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ അവൻ ഫോൺ എടുത്തു. ഹലോ ഗ്രാൻമ. മോനെ അശോക്. ആ പറ ഗ്രാൻമ. നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ഗ്രാൻമ, എനിക്കൊരു പ്രശ്നമില്ല. ആകെയുള്ള എന്റെ ഭാര്യ ഇങ്ങനെയൊന്നും മെരുക്കിയെടുക്കുന്ന. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഭാര്യയല്ലേ, നിന്നെ പോലെ വാശിക്ക് ഒട്ടും കുറവ് കാണില്ല. എന്നാലും ഇതിന് മൂക്കേറൽപ്പം മുറുക്കി പിടിക്കേണ്ടി വരും ഗ്രാൻമ. അതോർത്ത് എന്നെ വിഷമിക്കണ്ട. ഈ മുത്തശ്ശേരി വഴി കണ്ടിട്ടുണ്ട്. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവളുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അത് മറ്റാർക്കും ഇല്ല അശോക്. അവള് പിന്നോക്കം മാറാനുള്ള എല്ലാ മരുന്നും ദേ നാളെ തന്നെ അവിടെ എത്തും. ഗ്രാൻമ, ആ നീ കാത്തിരിക്ക്. നിനക്ക് ബിസിനസ് കാര്യങ്ങളെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാൻ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ? അവര് നാളെ അവിടെ എത്തും. ആരാ ഗ്രാൻമ? എന്റെ പി ആയിരുന്ന കിഷോറാണോ? അതൊക്കെ നാളെ അവിടെ വരുമ്പോ കാണാൻ നിനക്ക്. ഓക്കെ എന്നാ മുത്തശ്ശി, പിന്നെ വിളിക്കാം. നീ നിന്റെ ഭാര്യയെ ശ്രദ്ധിക്ക്. അത്രയും പറഞ്ഞ് ഗ്രാൻമ ഫോൺ വെച്ചതും അശോക് നാളെ വരുന്ന ആരാവും എന്ന ചിന്തയിൽ ഫോണും പിടിച്ച് എന്തോ ഓർത്തിരുന്നു. അത്താഴൊക്കെ കഴിച്ച് രാത്രി കിടക്കാൻ നേരം നിധി മുറിയിലെത്തിയും കാണുന്നത് ബെഡിൽ കണ്ണുകളടിച്ച് കിടക്കുന്ന അശോകിനെയാണ്. അവന്റെ കിടപ്പുകൊണ്ട് അടുത്തേക്ക് ചെന്ന് നോക്കി അവൾ. കണ്ടിട്ട് ഉറങ്ങിയ പോലെ തോന്നിയെങ്കിലും അവന്റെ തൊട്ടടുത്ത് ഇടന്നാൽ അത് ശരിയാവില്ലെന്ന് തോന്നിയവൾക്ക്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവനെ വിളിക്കാൻ തീരുമാനിച്ചു. അവനും എല്ലാം തട്ടി വിളിച്ചെങ്കിലും അതൊന്നും അവനിൽ ചെറിയ അനക്കം പോലും തോന്നിയില്ല. ഉറക്ക അഭിനയിക്കുകയാണോ എന്ന സംശയത്തിൽ തന്നെ അവന്റെ മുഖത്തോട് മുഖമടുപ്പിച്ചു. അശോക്. അവന്റെ മുഖത്തോട് മുഖമടുപ്പിച്ച് വിളിച്ചെങ്കിലും അവനിൽ ഒരു അനക്കവും ഇല്ലാന്ന് കണ്ട് ഇരുകൈകൾ ഇടുപ്പിൽ കുത്തി അവനെ നോക്കി നിന്നു. ശേഷം എന്തോർത്ത പോലെ മേശപ്പുറത്തെ ജഗ്ഗിലേക്ക് നോക്കി. ജഗ്ഗെടുത്ത് കയ്യിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് അവന്റെ മുഖത്തേക്ക് കുടഞ്ഞു. എന്നാൽ അവൻ എണീക്കുമെന്ന് കരുതി നിന്ന നിധിക്ക് മുന്നിൽ ഒന്ന് മുഖം കൈകൊണ്ട് തുടച്ചു മാറ്റി തിരിഞ്ഞിടന്നു. വാ പൊളിച്ചൊന്ന് നോക്കി നിന്ന നിധി അവൻ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയതും ജഗ് തിരികെ വെച്ച് ഡോറടച്ച് അവന്റെ അടുത്തായി ഒന്ന് കിടന്നു. ഇടയ്ക്കിടയ്ക്ക് അവനെ പാളി നോക്കിയെങ്കിലും അവൻ നല്ല ഉറക്കാണെന്ന് കണ്ടത് അവളും കിടന്നു. എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണതും മിഴികൾ തുറന്ന അശോക് അവളെ ഇമ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ സാരിക്കിടയിലൂടെ നഗ്നമായ വയറിൽ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ചെറുകുറുകലോട് അവന് നേരെ തിരിഞ്ഞ് ആ നിദ്രയിൽ അറിയാതെ തന്നെ അവരെ ഇറുകെ പുണർന്നിരുന്നു അവളും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.